ജാതി രാഷ്ട്രീയം ആളിക്കത്തിച്ചാണ് കോൺഗ്രസ് സമാജ്വാദി സഖ്യത്തിന് ഉത്തർപ്രദേശിൽ നേട്ടമുണ്ടാക്കാനായത്. 400-ലധികം അംഗങ്ങളുമായി ബിജെപി അധികാരത്തിൽ വന്നാൽ അംബേദ്കറുടെ ഭരണഘടന മാറ്റിമറിക്കും എന്ന പ്രചാരണവും പ്രതിപക്ഷ സഖ്യത്തിന് ഗുണമായി. ഇതിനൊപ്പം മുൻപില്ലാത്ത തരത്തിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം ഉത്തർപ്രദേശിൽ ബിജെപിക്ക് തിരിച്ചടിയായി. ജാതി രാഷ്ട്രീയം ഉത്തർപ്രദേശിന് പുതുമയല്ല. എന്നാൽ എക്കാലവും ജാതി രാഷ്ട്രീയത്തിന്റെ ഗുണഭോക്താക്കൾ സമാജ്വാദി പാർട്ടിയും മായാവതിയുടെ ബഹുജൻ സമാജ്വാദി പാർട്ടിയുമാണ്. ജാതി രാഷ്ട്രീയം മുതലെടുത്ത് അധികാരത്തിലെത്തിയ സമാജ്വാദി പാർട്ടിയുടെ അഖിലേഷ് യാദവിന്റെ ഭരണകാലത്ത് ഉത്തർപ്രദേശിൽ 500ഓളം ജാതി വർഗീയ സംഘർഷങ്ങൾ നടന്നിരുന്നു. അതിൽ 100ഓളം സംഘർഷങ്ങളും ഗുരുതരമായവയാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ സമാജ്വാദി പാർട്ടി ജാതി രാഷ്ട്രീയത്തിന്റെ കാർഡ് വീണ്ടും ഇറക്കി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉയർന്ന ജാതിയിൽപ്പെട്ടയാളാണെന്നും ദളിതർക്കും മുസ്ലിം വിഭാഗത്തിനും നീതി ലഭിക്കില്ലെന്നും സമാജ്വാദി പാർട്ടി പ്രചരിപ്പിച്ചു. ഇത് ജാതി സംഘർഷങ്ങളിലേക്കും വഴിവെച്ചിരുന്നു. സ്ഥാനാർത്ഥി നിർണയത്തിൽ യാദവ് കുലത്തിന് പ്രാധാന്യം നൽകിയിരുന്ന സമാജ്വാദി പാർട്ടി ഇത്തവണ OBC ദളിത് വിഭാഗങ്ങളെ കൂടുതലായി പരിഗണിച്ചു. ഇതിനെല്ലാം ഉപരി BR അംബേദ്കറെയും ഭരണഘടനയെയും BJP അവഹേളിക്കുന്നു എന്ന പ്രചരണവും ഫലം കണ്ടു. 400-ലധികം സീറ്റുകളുമായി BJP അധികാരത്തിൽ വന്നാൽ അംബേദ്കർ എഴുതിയ ഭരണഘടന തന്നെ അട്ടിമറിക്കപ്പെടുമെന്നും സമാജ്വാദി പാർട്ടി ദളിത് വിഭാഗങ്ങളെ വിശ്വസിപ്പിച്ചു. ഇതിനെല്ലാം ഉപരി മുസ്ലിം വിഭാഗത്തിന്റെ രക്ഷകർ എന്ന നിലയിൽ സമാജ്വാദി പാർട്ടിക്കൊപ്പം കോൺഗ്രസും ഉത്തർപ്രദേശിൽ അവതരിച്ചതോടെ BJP പിന്നോട്ടായി. ജനം, ഡൽഹി.